എന്റെ ഇത്തവണ മോൻ സെർലാക്ക് വാങ്ങാൻ വേണ്ടി ഇത്ത പറഞ്ഞു വിട്ടപ്പം അതുവഴി നീ കൊണ്ടുപോയ പൈസയാണ് 3000 രൂപ. 3000 രൂപയ്ക്ക് സെർലാക്കിന്റെ അതിന്റെ അതിശയന്റെ കൊച്ചാ. നിന്റെ വാപ്പ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, നീ അങ്ങേരെ ഇറക്കി വിട്ടാണ്. എന്റെ പൊന്ന് ഹാഷിറെ, ഞാൻ തന്നെ അങ്ങയുടെ മോനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 1/2 മണിക്കൂർ എടുത്ത്. നീ ഇനിയിപ്പൊ എന്തിനു പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവില്ല. തിളച്ച് നിൽക്കുകയാണ്. എന്നാ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു വിടറാ. അവർക്ക് വേറെ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ നമുക്ക് മിമിക്രി ചെയ്യാം. മിമിക്രിയാണ് എന്റെ ഒരു ഐറ്റം ഉണ്ട്. ഞാൻ കൊരങ്ങിനെയൊക്കെ കാണിക്കും. അതിന് നീ ഒരുപാട് കഷ്ടപ്പെടണ്ട, വെറുതെ നിന്നാ മതി. ഹായ്. എന്റെ സ്ഥലം ഇവിടെയല്ല, ഞാൻ ഇച്ചിരി ദൂരെന്ന്. നമ്മളിപ്പോ ഇവിടെ നിന്ന് എണീക്കണം. ആദ്യം തന്നെ ഉടക്കാണല്ലോ. പഴം ഉണ്ട് കേട്ടോ, പഴം. ഈ തൂങ്ങി കിടക്കുന്ന മുന്തിരിയല്ലല്ലോ, പഴമല്ലേ, കണ്ടുകൂടെ നിനക്ക്? എന്തിനാ ഈ വരുത്തന്മാരെ കാര്യം കേൾക്കാൻ പോണ? ചായ പോയോണ്ട് ചേട്ടാ, ഇത് പഴുത്ത പഴമാണോ? പിടിച്ച് ഞെക്കി നോക്കടാ. ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒന്നും അറിയത്തില്ലായിരുന്നല്ലയാ. വണ്ടി പണിത് A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്കിൽ വണ്ടിയുടെ A to Z ലെ P എന്താ? എന്ത്? നമ്മളെ അണ്ണന് ബ്രോയുടെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാര്യം, പോയി അങ്ങ് കെട്ട്. അണ്ണന്റെ പേരിൽ കുറച്ച് കേസുണ്ട്, അതുകൊണ്ട് അത് അത്ര സിമ്പിൾ അല്ല. ആ സിമ്പിൾ അല്ലാത്ത ആ പേരങ്ങ് മാറ്റി, അപ്പൊ കെട്ടാ. അതല്ല ബ്രോ ഞാൻ പറഞ്ഞത്. അപ്പൊ പറ, എന്താ പ്രശ്നം? എന്താ? എന്നെ അറിയായിരിക്കും. ഇല്ല, മനസ്സിലായിട്ടില്ല. ആരാ? സിനിമയിലുണ്ടോ? ഹലോ, ഞാനിവിടുത്തെ ഒരു ഗുണ്ടയാണ്. ഗുണ്ട? നമ്മളിവിടെ ഗുണ്ടെന്നൊക്കെ പറഞ്ഞ ചായയുടെ കഴിക്കുന്ന ഒരു സാധനം. നിങ്ങൾ എന്റെ ഒന്ന് ചുമ്മാ ഇരിക്കണം. ഞാൻ ഈ വണ്ടി പോണ വിഷമത്തില്ല. അത്രേ സങ്കടമാണെങ്കിൽ നീ വണ്ടി അങ്ങ് വാങ്ങിക്കോ. വാങ്ങിയ എന്ത്? നീ എന്നാ വാങ്ങ്. എത്രക്ക് കൊടുക്കും? എത്രക്ക് വാങ്ങും? എത്ര രൂപയ്ക്ക് ഉണ്ട്? ഇയാള് പറ, എത്രക്ക് ഉണ്ട്? ഒരു 40,000 രൂപ. 40,000 രൂപയ്ക്ക് നിന്റെ വാപ്പാക്ക് ഒരു നീല കസോള മുണ്ട് വാങ്ങിക്കൊടു. നല്ല വിഷമമായി ഏട്ടാ. നമുക്ക് ഇന്നുകൂടെ അടിച്ചിട്ടങ്ങ് നിർത്താം. അജിനെ ഇന്നൂടെ പോവാ നമുക്ക്. വാ, ഇന്നൂടെ അടിക്കാം. വാ. ഇതായി കൗട്ട്. സാറിന്റെ സുഖം തന്നെ. ഓണം കഴിഞ്ഞാൽ ഓഫറൊന്നും ഇല്ലേ? ഒരു കൊടയുണ്ട്. ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും. എടാ, പണ്ട് എന്റെ ബുക്കിൽ പേപ്പർ വരെ വാരി തിന്നിട്ടുണ്ട്. ഡേയ്, അത് വിശന്നിട്ട്. വിശന്നാ നീ പേപ്പറാ വാരി കഴിക്കുന്ന. അതൊക്കെ വിട് ബ്രോ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കണ്ടില്ല നിന്റെ മുമ്പ് ഇരിക്കുന്നത്.